നമസ്കാരം. വളരെ വ്യത്യസ്തമാർന്നതാണ് നമ്മുടെ ഈ ലോകം. വ്യത്യസ്തമായ പല കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതേ വ്യത്യസ്തത മനുഷ്യരിലുമുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ച് അറിയാം. യനോമാമി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അങ്ങ് വടക്കൻ ബ്രസീലിലെയും തെക്കൻ വെനസ്വേലയിലെയും മഴക്കാടുകളിലും പർവ്വതങ്ങളിലും താമസിക്കുന്ന യനോമാമി എന്നറിയപ്പെടുന്ന ഒരു കൂട്ടർ. തെക്കേ അമേരിക്കയിലെ താരതമ്യേന ഒറ്റപ്പെട്ട ഏറ്റവും വലിയ ഗോത്രമാണ് യനോമാമി. വെനസ്വേലയ്ക്കും ബ്രസീലിനുമിടയിലുള്ള അതിർത്തിയിലുള്ള ആമസോൺ മഴക്കാടുകളിലെ ഏകദേശം 200 മുതൽ 250 ഗ്രാമങ്ങളിൽ താമസിക്കുന്ന 35,000-ഓളം വരുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് യനോമാമി. ഇവരെ യനോമാമ എന്നും അറിയപ്പെടുന്നു. ഭൂഖണ്ഡത്തിലെ മിക്ക ഗോത്രങ്ങളെയും പോലെ അവർ ഏകദേശം 15,000 വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ബെറിംഗ് കടലിടുക്കിലൂടെയാണ് കുടിയേറിയത്. 1940-കളിൽ വെനസ്വേലയുമായുള്ള അതിർത്തി വേർതിരിക്കാൻ ബ്രസീൽ സർക്കാർ ടീമുകളെ അയച്ചപ്പോഴാണ് യനോമാമി ആദ്യമായി പുറത്തുനിന്നുള്ളവരുമായി സുസ്ഥിരമായ ബന്ധം സ്ഥാപിച്ചത്. താമസിയാതെ ഗവൺമെന്റിന്റെ ഇന്ത്യൻ പ്രൊട്ടക്ഷൻ സർവീസും മതമിഷണറി ഗ്രൂപ്പുകളും അവിടെ നിലയുറപ്പിച്ചു. എല്ലാം കൊണ്ടും ഇവർ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തരാണ്. സാധാരണഗതിയിൽ നാം ഒരു വീട്ടിൽ അണുകുടുംബമായോ കൂട്ടുകുടുംബമായോ ആണ് താമസിക്കുന്നത്. എന്നാൽ ഇവർ ഒരു വീട്ടിൽ 400-ഓളം ആളുകളാണ് താമസിക്കുന്നത്. അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? യനൂസ് അല്ലെങ്കിൽ ഷബോനൂസ് എന്ന് വിളിക്കപ്പെടുന്ന വലിയ വൃത്താകൃതിയിലുള്ള സാമുദായിക വീടുകളാണ് ഇക്കൂട്ടർ താമസിക്കുന്നത്. ഇവരുടെ ഭക്ഷണ രീതിയും വ്യത്യസ്തമാണ്. ഭക്ഷണത്തിനായി ഇവർ ഭക്ഷ്യയോഗ്യമായവ കാട്ടിൽ നിന്ന് ലഭിക്കുന്നത് എന്താണോ അവയൊക്കെ കഴിക്കുന്നു. പാമ്പുകൾ, കാട്ടുപന്നികൾ, കുരങ്ങുകൾ, മാനുകൾ തുടങ്ങി വിവിധതരം പ്രാണികൾ, ലാർവകൾ, മത്സ്യം, ഞണ്ടുകൾ, കാട്ടുതേൻ, വാഴപ്പഴം, മധുരക്കിഴങ്ങ്, ഈന്തപ്പഴം തുടങ്ങി എല്ലാത്തരം ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളും അവർ ഭക്ഷിക്കുന്നു. ഇതിലെ വ്യത്യസ്തത എന്തെന്നാൽ ഭക്ഷണത്തിനായി അവർ മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്. എന്നാൽ സ്വന്തമായി വേട്ടയാടുന്ന മൃഗങ്ങളുടെ മാംസം ഇവർ ഭക്ഷിക്കില്ല എന്നതാണ്. ആ മാംസം ഇവർ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും നൽകുന്നു. പകരം മറ്റൊരാൾ വേട്ടയാടിയവ കഴിക്കുന്നു. ഇനി ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ അവർ ആശ്രയിക്കുന്നത് കാട്ടിലെ ഔഷധ സസ്യങ്ങളെ തന്നെയാണ്. രോഗങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും അറിവ് പരമ്പരാഗതമായി കൈവശം വച്ചിരിക്കുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നതും അവിടുത്തെ പ്രായമായ സ്ത്രീകളാണ്. ഇനി ഇവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരം അധികം മറയ്ക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരണമല്ല ഇവരുടേത്. പൂക്കളും തൂവലുകളും കൊണ്ട് വസ്ത്രങ്ങൾ അലങ്കരിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്ന കൂട്ടരാണ്. എന്നാൽ ഇക്കൂട്ടർക്കിടയിൽ വിചിത്രമായ പല ആചാരങ്ങളാണുള്ളത്. ഈ ഗോത്രത്തിന് എൻഡോകാനിബാലിസം എന്ന് വിളിക്കപ്പെടുന്ന നരഭോജിക്ക് സമാനമായ ഒരു വിചിത്രമായ ശ്മശാന ചടങ്ങുണ്ട്. ഒരേ സമുദായത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മരിച്ച ഒരാളുടെ മാംസം ഭക്ഷിക്കുന്ന സമ്പ്രദായമാണ് എൻഡോകാനിബാലിസം. മരിച്ചതിനു ശേഷം ആത്മാവ് സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേകതരം ഗോത്രമാണ് യനോമാമി. അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ ചിതാഭസ്മം ഇവരുടെ ഭക്ഷണ പദാർത്ഥത്തിൽ ചേർത്ത് ഇവർ കഴിക്കുന്നു. ഇനി വിവാഹം ചെയ്യണമെങ്കിൽ പുരുഷന്മാർ വിചിത്രമായ ഒരു വെല്ലുവിളി നേരിട്ടുകൊണ്ട് അവരുടെ പൗരുഷം തെളിയിക്കേണ്ടതായുണ്ട്. അപകടകാരികളായ വിഷമുള്ള ബുള്ളറ്റ് ഉറുമ്പുകളെ നിറച്ച ഒരു കയ്യുറയിലേക്ക് ഇവരുടെ കൈ കടത്തി വെച്ച് ദീർഘസമയം ഇരിക്കേണ്ടതായുണ്ട്. ഇത്തരം ഒട്ടനവധി വിചിത്ര ആചാരങ്ങളുണ്ട് ഇവർക്കിടയിൽ. ഇനി ഇവർ മുഖത്ത് പെയിന്റ് ചെയ്യാറുണ്ട്. ഇതിനു പിന്നിലെ കാരണം ഭയമുണർത്തുക എന്നതാണ്. അയൽപ്പക്കത്തെ ഗോത്രവർഗങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കേണ്ടി വരുന്ന സാഹചര്യം ഇവർക്കുണ്ടാകാം. അതാണ് മുഖത്ത് ഭയപ്പാടുണർത്തുന്ന വരകൾ നൽകാനുള്ള കാരണം. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇവരെക്കുറിച്ച്. തികച്ചും വ്യത്യസ്തമായ ജീവിത രീതിയിലൂടെ കടന്നു പോകുന്ന ഇവർ അപകടകാരികളാണെന്നും പറയപ്പെടുന്നു.